ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഒരു വശത്ത് കാലാവസ്ഥാ വ്യതിയാനം, മറുവശത്ത് പ്രകൃതി ചൂഷണം. ഇനിയും പശ്ചിമഘട്ടത്തെ വലിയ മുറിവുകൾ ഏൽപ്പിക്കാതെ സംരക്ഷിച്ചില്ലെങ്കിൽ എന്ത്? ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. അതായത് 2018 പ്രളയത്തിന് ശേഷം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാൻ, ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് തലത്തിൽ ചെയർമാൻ, ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പ്രസിഡന്റ് ചെയർമാനായി ഒരു വർക്കിംഗ് ഗ്രൂപ്പുണ്ട്. 1990കളിൽ ഞാൻ അന്ന് എയർസയൻസിൽ വർക്ക് ചെയ്യുന്ന കാലമാണ്. എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് റിസോഴ്സ് മാപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബ്ലോക്കുകളിലും വാട്ടർഷെഡ് മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറേ വിവരങ്ങളൊക്കെ പഞ്ചായത്തുകളിലുണ്ട്. അപ്പോൾ അതിനകത്തൊരു മാൻഡേറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അവർക്കും ചെയ്യാം. ഇനി എത്ര കാലമാണ് പശ്ചിമഘട്ടം എന്നോട്, അല്ലെങ്കിൽ എന്താണ് പശ്ചിമഘട്ടം എന്നുള്ളൊരു ചോദ്യമാണ് എന്നോട് ഡയറക്റ്റ് ചോദിച്ചത്. പശ്ചിമഘട്ടം മാത്രമല്ല, നമ്മുടെ കോസ്റ്റൽ ഏരിയയും കൂടി അതിനകത്ത് ചിന്തിക്കേണ്ടതുണ്ട്. കോസ്റ്റൽ ഏരിയയും അതിഗൗരവമായ നാശത്തിലേക്കും, അറബിക്കടലും ബംഗാൾ ഉൾക്കടലും പിന്നെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം എല്ലാം നന്നായി ചൂടാവുന്നുണ്ട്. അപ്പോൾ കോസ്റ്റൽ ഏരിയയും കുറേ പ്രതിസന്ധികൾ വരും. അതുപോലെ തന്നെ വെസ്റ്റേൺ ഘാട്ട് പോലുള്ള മലനാട് പ്രദേശങ്ങളിലും കുറേ പ്രശ്നങ്ങൾ വരും. ഇടുക്കിയിൽ കുറേ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു. വയനാടിൽ കുറേ പ്രശ്നങ്ങൾ വരും. കൊച്ചി കുറേ പ്രശ്നങ്ങൾ വരാനുള്ളൊരു സ്ഥലമാണ്. കുട്ടനാട് കുറേ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ആരെയും ഭീഷണിപ്പെടുത്താനും പേടിപ്പെടുത്താനും പറയുന്നില്ല, ഡേറ്റകളുടെയൊക്കെ ബേസിൽ പറയുന്നതാണ്. പിന്നെ കുറേ കോസ്റ്റൽ ഏരിയ, 5 തെങ്ങ് മുതൽ കിടക്കുന്ന കുറച്ച് കോസ്റ്റൽ ഏരിയ, ഈ സ്ഥലങ്ങളിലെല്ലാം വളരെ ഹോട്ട്സ്പോട്ടുകളാണ്. അപ്പോൾ അതിലേറ്റവും ഹോട്ട്സ്പോട്ടായി പശ്ചിമഘട്ട മലനിര നിൽക്കുന്നു. അതുകൊണ്ട് ഒരാളെയും അവിടെ ഇറക്കി വിടണ്ട, ഒരു കൃഷിക്കാരെയും ബുദ്ധിമുട്ടിക്കേണ്ട, എല്ലാ ആളുകളെയും നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷേ അവിടെ നടക്കുന്ന മറ്റ് കുറേ കാര്യങ്ങൾ, അനധികൃതമായും അല്ലാതെ നടക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുകയും പരിസ്ഥിതി സൗഹൃദമായി കുറേ കൂടി പ്രകൃതി സൗഹൃദമായ ഒരു ജീവിതശൈലി മലയാളി പഠിക്കണം. അതിനനുസരിച്ചുള്ള എല്ലാ സംവിധാനവും, വെറുതെ ഒരു വാക്കിൽ പഠിച്ചാൽ പോരാ, അതിനനുസരിച്ചുള്ള എല്ലാ സംവിധാനവും, കൃഷിരീതികളും, ടൗൺഷിപ്പുകൾ, സാർ പറഞ്ഞല്ലോ, ടൗൺഷിപ്പുകൾ ഉണ്ടാക്കുക, ആളുകൾ സാധ്യത ഇതുപോലെ പ്രോൺ ഏരിയകളിൽ പോയി താമസിക്കാതിരിക്കുക, അവിടെ പറ്റുന്ന കൃഷി, അതിന് അനുയോജ്യമായ കൃഷികൾ മാത്രം ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളും ജനങ്ങളും അത് ചെയ്യിപ്പിക്കുക, അനാവശ്യമായ സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മീഡിയകളുടെയും ഞങ്ങളെപ്പോലെയൊക്കെ ഉള്ള ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെയും ചുമതല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഞാൻ ഈ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് എ റഹീം രാജ്യസഭയിൽ ഉന്നയിച്ച ഒരു പരാതി, ഡോപ്ലർ റഡാറുകൾ ഒന്നേയുള്ളൂ, രണ്ടാമതൊന്നുള്ളത് ISROയുടെ കയ്യിലാണ് എന്നാണ്. കണ്ണൂർ മുതൽ അങ്ങോട്ടുള്ള റഡാർ സിസ്റ്റം നമുക്ക് സിഗ്നലുകൾ തരുന്നില്ല എന്ന് പറഞ്ഞു. ഈ ശരിയാണ്, ഒന്ന് ISROയിലാണ്, അത് അവരുടെ ആവശ്യത്തിനുള്ളതാണ്, പക്ഷേ ആവശ്യമെങ്കിൽ നമുക്ക് വിവരങ്ങൾ തരുന്നതുമാണ്. രണ്ടാമത്തേത് കൊച്ചിയിലാണ്. കൊച്ചിയിലേതിന് കണ്ണൂരിൽ താഴെ വരെ മാത്രമേ സിഗ്നൽ സംവിധാനമുള്ളൂ, ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് എന്നാണ് പറയുന്നത്. മൂന്നാമത്തേതൊന്ന് അനുമതിയായി എന്ന വിവരം പോലും എ റഹീം അറിയാതെ പോയി. മൂന്നാമത്തേത് കണ്ണൂരിൽ ആകാനാണ് സാധ്യത. അതിന് എക്സ്പാൻഡ് റഡാർ ആണ്, അത് ഉടൻ വരും. അതിന് അനുമതിയായെന്ന വിവരം പോലും ഒരു MP അറിയാതെ പോയി എന്നത് മറ്റൊന്ന്.